കോഴിക്കോട് വളയം ജാതിയേരിയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന കാർ യാത്രക്കാർക്ക് നേരെയാണ് 6-അംഗ സംഘത്തിന്റെ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ 7 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. എതിർദിശകളിൽ നിന്ന് വന്ന ജീപ്പും കാറും തമ്മിൽ ഉരസിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിലെത്തിയത്. ജീപ്പിലുണ്ടായിരുന്നവർ പ്രകോപിതരായി കാറിലുണ്ടായിരുന്ന പുളിയാവ് സ്വദേശി നിധിൻ ലാൽ, ഭാര്യ ആതിര, ഇവരുടെ 7 മാസം പ്രായമുള്ള മകൾ നിതാര, ആതിരയുടെ സഹോദരൻ അർജുൻ എന്നിവരെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ഇതിനിടെ ഇരു വിവാഹ സംഘത്തിലും പെട്ട കൂടുതൽ പേർ സംഭവസ്ഥലത്തെത്തിയതോടെ സംഘർഷ സമാനമായ സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. കാറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാർ യാത്രക്കാർക്കും പരിക്കേറ്റു. തുടർന്ന് പരിക്കേറ്റ 4 പേരും നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ആതിരയുടെ കൈക്ക് ചതവുണ്ട്. അക്രമി സംഘം കാറിന്റെ ചില്ല തകർത്തപ്പോൾ കുഞ്ഞിനും പരിക്കേറ്റു. ഇതിനിടെ സംഘർഷം നിയന്ത്രിക്കാനെത്തിയ ചിലർക്കും പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അക്രമാസക്തമായ അന്തരീക്ഷം നാദാപുരം വളയം സ്റ്റേഷനിൽ നിന്ന് വന്ന വൻ പോലീസ് സന്നാഹമെത്തിയാണ് നിയന്ത്രണ വിധേയമാക്കിയത്. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 10 പേർക്കെതിരെയാണ് നിലവിൽ വളയം പോലീസ് കേസെടുത്തിട്ടുള്ളത്. സീ മലയാളം ന്യൂസ്, കോഴിക്കോട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.